ഇവർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. സാർ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? സാർ, നമ്മുടെ ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുത്തോട്ടെ. സാറിന് നമ്മുടെ എന്തോ പ്രോബ്ലം ഉണ്ട്. ഇന്നത് പറഞ്ഞു തീർക്കണം. 2 മിനിറ്റ് സമയമുണ്ട്. അതിനുള്ളിൽ ഇവന്റെ കഥ കഴിക്കണം. അവിടെ ഇരിക്കടാ. നീ എൻ്റെ വഴിക്ക് വരാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ വഴി മൊത്തമായിട്ട് എനിക്ക് തന്നേക്ക്. ഇങ്ങനെ തമാശ പറയാൻ നമ്മൾ ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തമാശ പറയാറുമില്ല. ബിസിനസ് മാത്രം. ജോക്കേഴ്സിൻ്റെ അടുത്ത് മാത്രമേ ജോക്ക് പറയാറുള്ളൂ. ഈ നോൺസെൻസ് ഒന്നും എന്നോട് വേണ്ട. 30% ഷെയർ തരാം. ഈ ബിസിനസ് വിട്ടിട്ട് പോകോ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് 10% തരാം. ഇതൊക്കെ വിട്ട് ഓടിപ്പോക്കണം. ഞാനത് നിനക്കൊരു മണ്ടനെ പോലെ തോന്നി. തുടങ്ങുമ്പോൾ തന്നെ ഇവൻ കുറച്ച് ഓവറായിരുന്നു. അവനൊക്കെ നമ്മുടെ ആൾക്കാരാ. ടെൻഷൻ വേണം. ഇന്ന് തൊട്ട് ഈ സിറ്റി എൻ്റേതാ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എന്താ? ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ ആളാ സർ. ഞാനും അതെ സാർ. I am the king. ഒരാഴ്ചയായിട്ട് ഇതന്നെ പരിപാടി. ഏതോ പെണ്ണിന്റെ പുറകെ നടക്കാന്ന് പറഞ്ഞിട്ട് നീയാണെങ്കിൽ ആന്റിമാരുടെ പുറകെ അല്ലേ? ഡാ, ആന്റിയുടെ പുറകെ പോകുന്ന സുഖം നിനക്ക് അറിയാഞ്ഞിട്ടാടാ. ഡാ, ആന്റിയുടെ കാർ വരുന്നു. ഡോർ അടച്ചേക്ക്. സുമേഷ്, ആ ചെണ്ടർ നമുക്ക് ഓക്കെ ഉണ്ട്. ഒന്നും വിചാരിക്കുന്നു വേണ്ടെന്ന് പറഞ്ഞേക്കും. ഞാനത് അങ്ങോട്ട് വരുവാ. ഓക്കെ ഡാർലിംഗ്, ഞാൻ 2 ദിവസത്തിനുള്ളിൽ വരാം. ഓക്കെ ഓക്കെ ബൈ. ബൈ.
ഡാ ആന്റി മെസ്സേജ് അയച്ചു. ആ ഡാ വീട്ടിലോട്ട് വരാനാ പറഞ്ഞിരിക്കുന്നത്. ഡാ ശ്രദ്ധിച്ചു വേണേ, എന്തോ സ്കെച്ചാന്ന് തോന്നുന്നുണ്ട്. ഡാ നമ്മളെ ആരാടാ സ്കെച്ച് ചെയ്യാൻ? എന്താ ഈ നേരത്ത്? നിങ്ങൾ തന്നെ അല്ലേ വരാൻ പറഞ്ഞേ? നിങ്ങളാരാ? ഞാൻ ആരെന്ന് അറിയാണ്ടാണോ എന്നെ വിളിച്ചത്? ഞാൻ ആർക്കും നമ്പർ കൊടുത്തിട്ടില്ല. ഓ ഓ ആ ആ, ആ. എന്നാ ശരി, ഞാൻ പോയിക്കോട്ടെ. എന്തായാലും വന്നതല്ലേ, അകത്തേക്ക് വാ. ഇവളത് എന്തോ ഉദ്ദേശിച്ചാണോ? ചെയ്യാമായിരുന്നില്ലേ? എന്താ ചെയ്യണ്ടേ? അല്ല, ഡാൻസ് ചെയ്യായിരുന്നില്ലേന്ന്. ഡാൻസാ? ആ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഏയ്, എങ്ങോട്ടാ പോന്നെ? ഇപ്പൊ വരാന്നേ. ഏയ് എങ്ങോട്ടാ പോന്നെ? ഒരു മിനിറ്റ്. ഞാൻ ക്ഷീണിച്ചു, പോയിട്ട് വെള്ളം എടുത്തോണ്ട് വാ. പറടാ. അകത്തോട്ട് വാടാ. എന്തിന് അർജന്റായിട്ട് വാടാ. അർജന്റാ? ഞാൻ പറയാം, വാടാ. കാര്യം പറടാ. നീ പെട്ടെന്ന് വാടാ, ഞാൻ ഫോൺ ഓ വെക്കുന്നു. ശരി. എന്താടാ പ്രശ്നം? ഡാ അത് എന്താടാ കാര്യം? ആ, അത് ഞാൻ 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 മേലെ, അതായത് ആന്റിയെ കാണാൻ വേണ്ടി പോയപ്പോ. എടാ, എന്താ കാര്യം എന്ന് പറടാ. അമ്മേ, അതല്ലടാ ഞാൻ പറഞ്ഞത്. എനിക്ക് പറ്റുന്നില്ല, നീ വന്നേ. ഡാ, എന്താടാ പറ്റിയത്? എന്താടാ സംഭവിച്ചത്? ടിൻഡി 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 ടിൻഡി. ഡാ, താഴെ പോയി നോക്ക്. ശരിയടാ. എന്റെ പേരെന്താടി? സാവിത്രി. അയ്യോ, എന്നിട്ട് കെട്ടിയോനെന്താ പരിപാടി? ബിസിനസ്. എന്താണ് വരുമാനമൊക്കെ എത്രയുണ്ട്? 4 ലക്ഷം. എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ നല്ലൊരു ജീവിതം ഉണ്ടായിട്ട്? അവൻ എപ്പോ ഉണ്ടാവനാ? എപ്പോഴും ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ് കറക്കമല്ലേ? ശരി, ഞാനിതൊക്കെ ഇപ്പം നിന്നെ അന്വേഷിക്കുന്നു. സർ 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 എന്നെ ഒന്നും ചെയ്യല്ലേ സർ. നിന്റെ ഓവർ ആക്ടിംഗ് ഒക്കെ നിർത്തിക്കോ. ആഭരണമൊക്കെ എവിടെ ഇരിക്കുന്നു? താഴത്തെ മുറിയില് റൈറ്റ് സൈഡിൽ അലമാരയിലുണ്ട്. ഡാ, താഴത്തെ മുറിയിലെ റൈറ്റ് സൈഡിൽ അലമാരയിലുണ്ടെന്ന്. ഓക്കേ. പണം എവിടെയാ വെച്ചിരിക്കുന്നത്? അതേ റൂമിൽ തന്നെ ബെഡിന്റെ അടിയിലുണ്ട്. ഡാ, അതേ റൂമില് ബെഡിന്റെ അടിയിലുണ്ട്. നീ സൂപ്പറാ. കൊള്ളാലോടി. ഓ, ഞങ്ങൾ പോയതിനു ശേഷം പോലീസിനെ വിളിച്ചു പറഞ്ഞ് നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനും പിന്നെ കറുത്ത് കുള്ളനായ ഒരുത്തനും വന്ന് കൊള്ളയടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈന്റ് എങ്ങാനും കൊടുത്ത. ഞാൻ എങ്ങനെ പറയാനാ? ഞാൻ അയച്ച മെസ്സേജ് എല്ലാം നിങ്ങളുടെ കയ്യിലില്ലേ? അയ്യോ, അപ്പൊ ബുദ്ധിയുണ്ട്. ഡാ, നീ വന്നേക്കടാ. ആ, ഏയ്, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതെല്ലാം എടുത്തിട്ട് പോയിട്ട് എന്റെ ഭർത്താവ് വരുമ്പോ ഞാൻ എന്ത് പറയും? നിങ്ങൾ ആ കത്തി വെച്ച് എന്നെ ഒന്ന് മുറിവേൽപ്പിക്കേ. ഡാ, 2 വേണ്ടടാ, 3 ചെയ്തിട്ട് വാ. ഡാ, ഈ സ്വർണത്തിൽ പോലും ആന്റിയുടെ സ്മെല്ലാടാ. ഡേ, എന്താ ഞാൻ നിങ്ങളോട് ഇത്രയൊക്കെ സഹകരിച്ചല്ലേ? ആ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ നിങ്ങക്ക്? എന്താ വേണ്ടത്? അപ്പുറത്തെ വീട്ടുകാരെ എനിക്ക് ഇഷ്ടമല്ല.
ആ വീട്ടിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് പോടാ. അത്രേ ഉള്ളൂ, ഞാൻ നോക്കിക്കോളാം. എറിയടാ. താങ്ക് യു. അയ്യോ കള്ളൻ കള്ളൻ എന്താടാ കള്ളൻ ഇത്? കള്ളൻ. ഏ? അയ്യോ ഓടി വരണേ, കള്ളൻ കള്ളൻ കള്ളൻ.